നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ തനിക്ക് വേണ്ടി ശുപാർശകനായി എത്തുമോ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ, നോമ്പും ഖുർആനും അവകളുടെ ആളുകൾക്ക് വേണ്ടി ശുപാർശകരായി എത്തുന്ന ഒരു സന്ദർഭമുണ്ട്. പലരും ചിന്തിക്കാറുണ്ട്, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം മാറ്റിവെച്ച് തന്റെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കി എന്തിന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നോമ്പെടുക്കണം, എന്തിന് ഞാൻ രാത്രി നിന്ന് നമസ്കരിക്കണം? സഹോദര, അള്ളാഹു ഒരു നോമ്പുകാരൻ എത്രത്തോളം പദവി നൽകുന്നു എന്ന് നാം ചിന്തിക്കണം. നോമ്പ് പറയുമത്രേ, എന്റെ രക്ഷിതാവേ, പകലിൽ അവന്റെ ഭക്ഷണവും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ തടഞ്ഞു വെച്ചിരുന്നു, ആയതിനാൽ എന്റെ ശുപാർശ അവന് വേണ്ടി നീ സ്വീകരിക്കണേ. ഖുർആൻ പറയുമത്രേ, രാത്രിയിൽ അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞു വെച്ചിരുന്നു, ആയതിനാൽ എന്റെ ശുപാർശ അവന് വേണ്ടി നീ സ്വീകരിക്കണേ. അപ്രകാരം നോമ്പും ഖുർആനും അവകളുടെ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നോമ്പും ഖുർആനും ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.